ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ചെടിയുണ്ടല്ലോ, കുടങ്ങൻ എന്നൊക്കെ പറയും അതിനെ. ഞങ്ങളുടെ നാട്ടിലത് കുടങ്ങൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. ആ കുടങ്ങൽ കൊണ്ട് നമുക്ക് 4 മണിക്ക് ഒരു നല്ല പലഹാരം ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റിയുമാണ്, നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കുടങ്ങലിൻ്റെ പലഹാരം കേട്ടോ. അതിനായി ഞാൻ പച്ചരി ആദ്യം കഴുകി എല്ലാം വൃത്തിയാക്കി വെള്ളമൊഴിച്ച് അത് കുതിരാൻ വേണ്ടി അടച്ചു വെക്കുവാണേ. കുടങ്ങലിൻ്റെ പ്രത്യേകത അറിയാമോ കൂട്ടുകാരെ? എന്താണെന്ന് വെച്ചാൽ അത് കുടങ്ങലിൻ്റെ ഷേപ്പ് തന്നെ കണ്ടില്ലേ, നമ്മുടെ തലച്ചോറിൻ്റെ ആകൃതിയിലാണേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കഴിക്കുമ്പോൾ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടാകാൻ വളരെ നല്ലതാണ്. എനിക്കൊരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ആ അടുക്കളത്തോട്ടത്തിനകത്ത് തന്നെ ഞാനൊരു ചെറിയ ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് കുടങ്ങലൊക്കെ നട്ട് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കുടങ്ങലെടുത്താണ് ഇന്നിവിടെ പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ. അടുക്കളത്തോട്ടത്തിൽ എനിക്ക് കുടങ്ങൽ മാത്രമല്ല കേട്ടോ, കുറച്ച് പച്ചമുളകും കറിവേപ്പും ഒക്കെ ഉണ്ട്. നമ്മുടെ അടുക്കള ആവശ്യത്തിന് അത്യാവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പച്ചമുളകും കറിവേപ്പിലയൊക്കെ എനിക്കിവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കുടങ്ങലൊക്കെ ചെടിച്ചട്ടിക്കകത്ത് വെച്ച് വളർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിലും അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കേണ്ട കാര്യം വരത്തില്ലേ. പെട്ടെന്ന് ഇന്ന് നമുക്ക് അത് പിച്ചിയെടുത്ത് എളുപ്പം പലഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ കുടങ്ങളെല്ലാം പറിച്ചെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണ്ണും അഴുക്കും പൊടിയും എല്ലാം കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുവാണേ. ഇനി നമുക്കത് പച്ചരിയും കൂട്ടി അരച്ച് വേണം അത് ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ആറേഴ് മണിക്കൂർ കഴുകി വെച്ചിരുന്ന അരി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഇടഞ്ഞ് വാരി അരയ്ക്കാൻ വേണ്ടി നമുക്ക് ജാറിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടങ്ങലിൻ്റെ ഇലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട നമ്മൾ അരിയും ഇലയും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കലക്കി വെക്കണേ. നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇതില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർത്തത്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി വെക്കണം കേട്ടോ. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് എടുത്തൊന്ന് നോക്കാം. മാവ് ഇപ്പോൾ നല്ലപോലെ അത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഇളക്കി വെക്കണം. ഇതിനകത്തേക്ക് ഇനി വറുത്തിടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതിനുവേണ്ടി പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടാകുമ്പോഴത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും എള്ളും നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കരിപ്പെട്ടിയാണ് ചേർക്കുന്നത്. കരിപ്പെട്ടി ഞാൻ ചീകി വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ചേർത്ത് നല്ലതുവണ്ണം യോജിപ്പിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഇരിക്കുന്നതെങ്കിൽ അതായാലും ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് ഒഴിച്ച എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. ഇതിലൊരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് തിരിച്ചിട്ട് അടുത്ത വശം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. കുടങ്ങൽ നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുത്ത് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. കർക്കിടക മാസത്തിൽ എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഔഷധക്കൂട്ട് ചേർത്ത പലഹാരമോ കുറുക്കോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പ്രത്യേകിച്ച് പ്രതിരോധശേഷി നൽകാൻ ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള ഔഷധക്കൂട്ടുകൾ ചേർന്ന പലഹാരം. പലഹാരമായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് അരച്ച് കുറുക്കാക്കി നല്ലതുപോലെ മധുരമൊക്കെ ചേർത്ത് കഴിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരെല്ലാം ഈ കർക്കിടക മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. എന്നിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എന്നെ കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബാക്കി എല്ലാവരും എനിക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.